സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് സെറ്റൻ നടത്തിയ ഒരു പഠനമുണ്ട്. അഭിനയം അത് എങ്ങനെ തലച്ചോറിനെ മാറ്റുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു പഠനം. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ സ്ഥിരമായി അഭിനയിച്ചു വരുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഇത് ഇവിടെ എന്തിനു പറയുന്നു എന്നല്ലേ? എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ആളാവാൻ വരരുത്. എൻ്റെ അടുത്ത് ആളാവാൻ വരരുത്. ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് എന്തിനാ നിൽക്കുന്നത്? ക്ലിയർ മൈ വേ പ്ലീസ്. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്. സൗകര്യമില്ല പറയാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. നമ്മൾ പണ്ടൊരു പക്ഷേ സിനിമയിലൊക്കെ കണ്ട് പരിചയിച്ച ചില കഥാപാത്രങ്ങളെ പോലെ തോന്നിയാൽ അത് അതിശയോക്തിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. തൃശ്ശൂർകാർ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയാണ്. ഇന്നലെ പാർലമെന്റിൽ ചോദിക്കുന്നത് കേട്ടു. TP51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന്. ആ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന് ഇതുവരെ അറിവില്ല. നമ്മുടെ പാർലമെന്റിൽ പെരുമാറ്റച്ചട്ടമുണ്ട്. സഭാ അധ്യക്ഷനെയൊക്കെ വിരൽ ചൂണ്ടി സംസാരിക്കാമോ? I will not yield. I will not yield. മുനമ്പം. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്. ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. ഇത് ആദ്യത്തെ തവണയല്ല ഈ രീതിയിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്നത്. എന്തിനാണ് ചോദ്യങ്ങളോട് ഇത്രയും അസഹിഷ്ണുത? അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന്. സുരേഷ് ഗോപി നായകനായ വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിൽ നായിക വിളിക്കുന്നത് ചൂടൻ എന്നാണ്. അതിൽ വളരെ ദേഷ്യത്തോടെ കാണപ്പെടുന്ന ആ നായകനെ അതിൻ്റെ സ്വഭാവവും കൂടെ വെച്ചുകൊണ്ടാണ് ചൂടൻ എന്ന് വിളിക്കുന്നത്. ഒരു പക്ഷേ സിനിമയിലുള്ള ആ സ്വഭാവം തന്നെയാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിലും കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതാണ് ഈ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹം കൈചൂണ്ടി സംസാരിക്കുക, ഷൗട്ട് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? എന്താണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ സിനിമയിലാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഇതൊക്കെ സിനിമയിലല്ലേ പറ്റത്തുള്ളൂ, യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് സിനിമ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വളരെ സിനിമാറ്റിക്കായി. അതാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യവും ഇല്ല. കാരണം അദ്ദേഹം കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുള്ളൊരു നടനാണ്. ഇപ്പോൾ അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്. അങ്ങനെയുള്ളൊരു ഒരാളോട് നമുക്ക് എന്ത് ദേഷ്യമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം, അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അദ്ദേഹം ഫോളോ ചെയ്യുന്നു. അതിൽ നിലപാടുകൾ പറയും. അതൊക്കെ നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് എന്ത് അഭിപ്രായം പറയാം. പക്ഷേ എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, സിനിമാ സ്റ്റൈലിൽ ഷൗട്ട് ചെയ്യുന്നതെന്നും കൈ ചൂണ്ടി സംസാരിക്കുന്നതെന്നും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല.